ആലപ്പുഴയിലെ 7ാം ക്ലാസ്സുകാരൻ്റെ ആത്മഹത്യയിൽ 2 അധ്യാപകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. കായികാധ്യാപകൻ ക്രിസ്തുദാസ്, അധ്യാപിക രമ്യ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം വടികൊണ്ട് തല്ലിയതിനാണ് കേസ്. മനീഷ് മഹിവാൽ മറ്റ് വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഈ ഒരു സംഭവത്തിൽ ഈ നാട്ടുകാരും ബന്ധുക്കളൊക്കെ ചേർന്ന് ഒരു ആക്ഷൻ കൗൺസിൽ സ്ഥാപിച്ചിരുന്നു. പിന്നീട് സ്കൂളിലേക്ക് ഈ വിദ്യാർത്ഥി പ്രജിത്ത് പഠിച്ചിരുന്ന ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലേക്ക് അടക്കം പ്രതിഷേധം സംഘടിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ CWCയും ബാലാവകാശ കമ്മീഷനൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിനോട് വിശദമായ അന്വേഷണം നടത്തണമെന്നായിരുന്നു ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ ആദ്യഘട്ടത്തിലെ FIR ഇട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് FIRൽ ഈ 2 വകുപ്പുകൾ, ജാമ്യമില്ലാത്ത JJ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ടും ഒപ്പം തന്നെ വടി കൊണ്ട് അടിച്ചതിനും കേസുണ്ട്. പക്ഷേ പ്രേരണ കുറ്റമാണ് ഈ കേസിൽ കൃത്യമായി പോലീസ് രേഖപ്പെടുത്തേണ്ടത്. ഇവിടെ അധ്യാപകരുടെ പ്രേരണ ആത്മഹത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുള്ളത്. ഈ രീതിയിൽ വലിയ മനോവിഷമം വിദ്യാർത്ഥിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം വേണമെന്നാണ്. പക്ഷേ പോലീസ് പറയുന്നത് അന്വേഷണം അതിൻ്റെ ഘട്ടത്തിലാണ്. ഇനി CWC റിപ്പോർട്ട് തരാനുണ്ട്. അത് ബാലാവകാശ കമ്മീഷനൊപ്പം തന്നെ അത് വിദ്യാഭ്യാസ സെക്രട്ടറിയും വകുപ്പിനകത്തിന് കൈമാറാനുണ്ട്. അതിന് അന്വേഷണ പുരോഗതിയുടെ ഘട്ടത്തിൽ ചിലപ്പോൾ പ്രേരണ കുറ്റം കൂടി ചുമത്തിയേക്കാം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഈ പ്രേരണ കുറ്റം വേണമെന്ന ആവശ്യം ഇപ്പോഴും വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 15-നാണ് വൈകിട്ട് സ്കൂളിലെ അവസാന പീരീഡിന് വൈകി എത്തിയതിനായിരുന്നു PT അധ്യാപകനും ക്ലാസ് ടീച്ചറും ചേർന്ന് പ്രജിത്തിനെയും മറ്റൊരു വിദ്യാർത്ഥിയെയും ക്ലാസ്സിൽ നിന്നും ഇറക്കി മറ്റൊരു ക്ലാസ് മുറിയിൽ എത്തിച്ച് വടി കൊണ്ട് പിന്നിൽ അടിച്ചത്. ഈ അടിച്ച അടി മറ്റൊരു ക്ലാസ്സിൽ ഇരുന്ന വിദ്യാർത്ഥികൾ വരെ കേട്ടിരുന്നു. അത്രത്തോളം വലിയ ശബ്ദം ഈ അടിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സഹപാഠികളും ഈ വിദ്യാർത്ഥിയെ PT അധ്യാപകൻ ക്രിസ്തുദാസ് അടിച്ചതായിട്ടുള്ള മൊഴി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അന്ന് വൈകിട്ട് സൈക്കിളിൽ വീട്ടിലെത്തിയ പ്രജിത്ത് വീട്ടിൽ തന്നെ യൂണിഫോമിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. മനോജ് മീര ദമ്പതികളുടെ മൂത്ത മകനായിരുന്നു. എന്താണെങ്കിലും ഇനിയും അന്വേഷണ ഘട്ടത്തിൽ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വകുപ്പ് കൂടി ചേർക്കാൻ സാധ്യതയുണ്ട്. SKN. ഓക്കെ, താങ്ക് യു മനീഷ് മഹിവാൽ. ജേക്കബ് പോലെ SKN. ഇന്നലെ P. ഭാസ്കരൻ മാഷിൻ്റെ ഓർമ്മദിനമായിരുന്നു. അതുപോലെ കുതിരമുട്ട പപ്പുവിൻ്റെ ഓർമ്മദിനമായിരുന്നു. 24 മറന്നോ എന്ന് ചോദിക്കുന്നു. 24 മറന്നില്ല. P. ഭാസ്കരൻ മാഷിൻ്റെ ഓർമ്മകൾ നമ്മൾ മെനിഞ്ഞാന്ന് പങ്കുവെച്ചു. ഇന്നലെ നമുക്കറിയായിരുന്നു ആറ്റുകാൽ ഉത്സവം പ്രമാണിച്ച് നമുക്ക് ഒരുപാട് പ്രത്യേക തത്സമയ റിപ്പോർട്ടുകൾ കൊടുക്കേണ്ടതുകൊണ്ട് സമയപരിമിതി കാണും എന്ന്. അതുപോലെ ആശ പറയുന്നു, ഞങ്ങൾ വയനാട്ടുകാരൊക്കെ നല്ല ആളുകളാണ് SK സാർ. ആ കുഞ്ഞ് ഉയരങ്ങളിലെത്തട്ടെ. ആ കുടുംബത്തിനുണ്ടായ വേർപാട് കാണും വല്ലാത്ത സങ്കടം തോന്നുന്നു. ഇന്ന് രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ അജീഷിൻ്റെ മകൾ പങ്കെടുക്കുന്നു എന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ആശയുടെ കാര്യം.